ജീവ ബ്രോയുടെ കുറേ ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ അതേപോലെ പ്രോഗ്രാമിൻ്റെയും എല്ലാം ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് കളീൻ്റെ ഇടയിൽ. ആ കണ്ടിട്ട് ഇത് ആകാശെങ്കിൽ വന്നേ. ഇവിടെ ഓൾറെഡി ഒരു സൗണ്ട് മതി. ഇതിപ്പോ രണ്ട് സൗണ്ട് രണ്ട് സൗണ്ട് എന്റെ സൗണ്ട് പോലെയാണ്. ചെറുതായിട്ടൊന്ന് തകർത്ത് വേണോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാ. ഇത് ആകാശിന് ഏകദേശം സഞ്ജു ബ്രോയുടെ പോലെയൊക്കെ സംസാരിച്ചേ. ഏട്ടാ എന്തുണ്ട്, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? ചേട്ടന്റെ വീട് എവിടെയാ? ചേട്ടന്റെ വീട് എവിടെയാ? വീടാണെങ്കിൽ ആലപ്പുഴ. സഞ്ജു ബ്രോയുടെ സൗണ്ടിൽ പാട്ട് കേൾക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആ ചാര്യനുണ്ടോ എന്റെ നമ്പർ അങ്ങ് എടുത്താ കൊള്ളാം. ഇത് സഞ്ജു പാടിയില്ലെന്ന് പറയരുത് കേട്ടോ. ഏത് പാട്ടാ പാടാൻ പോന്നെ? എന്റെ പൂമരം. ഓക്കെ. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കൊള്ളാം. ഓക്കെ. ആകാശിന് ഇതിന് മുമ്പ് സഞ്ജുവിന്റെ പരിചയം ഉണ്ട്. ഒരു റിപ്ലൈ എന്തോ കൊടുത്തിട്ടുണ്ട് അല്ലേ ആകാശ്? ചേട്ടനെ എനിക്ക് 2019 അക്ഷയചന്ദ്രൻ ചേട്ടന്റെ വഴി. ഞാൻ ആദ്യം വീഡിയോ കാണിക്കട്ടെ ആകാശേ? ഓ ഇത് ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കളിക്കാൻ പോകുമ്പോൾ അവർ നമ്മുടെ മുകളിൽ ഇത്രമാത്രം ട്രസ്റ്റ് കാണിക്കുമ്പോൾ ഭയങ്കരമാണ്. നീയാണ് അടുത്ത് ഇറങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് അവിടെ എത്തി. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഡിസ്കഷൻ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ടീമൊക്കെ സൂപ്പർ ഓവർ ആയതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ ഡിസ്കസ് ചെയ്യില്ല ആരാണ് ബാറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രോഹിത് ഭായിയും വിരാട് ഭായിയും KL രാഹുൽ ഇവരാണ് ടീമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് തീരുമാനിച്ചത് ഈ 3 പേരായിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമായിരുന്നു. സ്ട്രൈക്ക് ചെയ്യുമ്പോഴേ ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ മൈക്കിലൂടെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പറയട്ടെ. 2 ഉണ്ട്, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ ഡൽഹി ഡേർഡെവിൾസ് കളിക്കുമ്പോൾ സഞ്ജു ചേട്ടനാണെങ്കിൽ കരുണായരൻ ചേട്ടൻ്റെ അടുത്ത് പറയും ഡബിൾ ഓടാൻ പറയുന്നത്. ഏട്ടാ ഡബിൾ ഓടാ ഏട്ടാ. ഇങ്ങനെയൊന്നല്ല ഏട്ടാ, ഇതെന്തോ ഞാൻ പറഞ്ഞേട്ടാ. ചേട്ടന്റെ അടുത്ത് നോൺ സ്ട്രൈക്കറിൽ നിന്നപ്പം ചേട്ടൻ പറഞ്ഞു ഏട്ടാ അവനെ കണ്ടില്ല ഏട്ടാ, ഫീൽഡേഴ്സിനെല്ലാം അവൻ അകത്തെടുത്തിട്ട് ഒരെണ്ണം കൊടുക്കട്ടെ ഏട്ടാ ഒരെണ്ണം. ഇത് കറക്റ്റ്. തെറ്റായിരുന്നു.